ഹലോ, നമ്മളിന്ന് വന്നിരിക്കുന്നത് ഇന്ന് നമ്മളുടെ ഒരു വീട് ബിൽഡ് ചെയ്യാൻ പോവുകയാണ് സുഹൃത്തുക്കളെ. അപ്പോൾ അത് മാത്രമല്ല, ഇവിടെ ബാക്കി പലരും ഉണ്ട്. അവരൊക്കെ ഇവിടെ വീട് ബിൽഡ് ചെയ്തിട്ടുണ്ടോ എന്ന് നമുക്കറിയത്തില്ല. അപ്പോൾ അതും കൂടെ ഒന്ന് പോയി ചെക്കൗട്ട് ചെയ്ത് നോക്കണം. ഓക്കെ, അപ്പോൾ അതാണ് നമ്മളുടെ ഇന്നത്തെ പരിപാടി. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് MSN റോൾ സീരീസ്. ഇറ്റ്സ് മീ നോട്ട് ക്രാഫ്റ്റ്. വെൽക്കം ടു ദ വീഡിയോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം. ഓക്കെ ഫ്രണ്ട്സ്, നമ്മൾ ഈ ഒരു സ്ഥലത്താണ് നമ്മളെ വീട് വെക്കാൻ പോകുന്നത്. നമ്മളിതാണ്ട് നമ്മളെ പ്ലോട്ടാണിത്. ഇവിടെ മാർക്ക് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട്. ഷെയ്ഡർ ഇട്ടിട്ടുണ്ട്. ചെറിയ ലാഗ് ഉണ്ടോ എന്നൊരു സംശയം ഫോണിലാണ് കേട്ടോ. ഓക്കെ, ഇത്ര ഏരിയ നമ്മൾ ക്ലിയർ ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനു മുമ്പേ നമുക്കിവിടെ വല്ലതൊക്കെ ബിൽഡ് ചെയ്യണമെങ്കിൽ നമുക്ക് സാധനങ്ങളൊന്നുമില്ല. അപ്പോൾ നമുക്ക് സ്പോണിലോട്ട് പോകണം. സ്പോണിലോട്ട് പോകുന്ന വഴിക്ക് ആരെങ്കിലും അവിടെ ബേസ് വല്ലതും ബിൽഡ് ചെയ്തിട്ടുണ്ടോ എന്നും കൂടെ നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ അതാണ് നമ്മുടെ പരിപാടി. നമുക്ക് ആദ്യമേ സ്പോണിലോട്ട് പോകാം. സ്പോണിലോട്ട് പോകുന്ന വഴിക്കല്ലേ ഇവിടെ ഒരു കാട്ടുവാസിയുടെ വീട്. അപ്പോൾ നമുക്ക് അതുകൂടെ ഒന്ന് കയറി നോക്കാം. ഓക്കെ, സ്പോൺ അവിടെ ഉണ്ട്. സ്പോണിലോട്ട് പോകുന്നതിന് മുമ്പ് നല്ല ലാഗ് ഉണ്ട് കേട്ടോ. ഒരു മിനിറ്റ്, ഞാൻ ഈ ഷെയ്ഡർ ഒന്ന് ഓഫ് ആക്കട്ടെ. ഓക്കെ, നമ്മളങ്ങനെ ഷെയ്ഡർ ഓഫ് ചെയ്തിട്ടിട്ട് ഇപ്പം നല്ല സ്മൂത്ത് ആയിട്ടുണ്ട് ഗൈസ്. മൊബൈലല്ലേ, PC അല്ലായിരുന്നെങ്കിൽ നമുക്ക് ഷെയ്ഡർ ഇട്ട് കളിക്കാമായിരുന്നു. സീനൊന്നുമില്ല. ലവ അവിടെ ഓടി നടക്കുന്നുണ്ട്. നമസ്കാരം. ഹലോ ഹലോ നമസ്കാരം. എന്താ പരിപാടി? എനിക്ക് വേണ്ട. എടാ, ഇത്ര ഏരിയയിൽ നീ വീട് ബിൽഡ് ചെയ്യാൻ പോണാ? ശരി, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഓ, വീടൊക്കെ പെട്ടെന്ന് ബിൽഡ് ചെയ്യും. ഞാൻ വീട് വെക്കാൻ പോവാ കേട്ടാ. ഞാൻ വീട് വെക്കാൻ പോവാ. ഞാൻ ഇപ്പൊ സ്പോണിലോട്ട് പോവാ. അവിടെ കുറച്ച് ബ്ലോക്സ് ഒക്കെ എടുക്കാനുണ്ട്. അപ്പൊ ഗൈസ്, ഇവിടെ സ്പോണിൽ ഇതാ ഒരുത്ത നിൽക്കുന്നുണ്ടേ. നമസ്കാരം. ഹലോ, നമ്മള് ഇവിടെ വീട് പണിയാൻ പോവാണ്. അപ്പൊ ഞാൻ ഇവന്റെ വീട്ടിൽ പോയത്, അവന്റെ ബേസിൽ പോയത്. അവിടെ വീട് വല്ലതും പണിഞ്ഞാന്ന്. അവൻ അവിടെ ഒരു വലിയ ഏരിയ ക്ലിയർ ചെയ്തിട്ടേക്കുന്നടാ. ഇവന് മറ്റില്ല, നമ്മൾ കുന്നും മലയായിട്ടുള്ള സ്ഥലമല്ല കൊടുത്തത്. അതുകൊണ്ട് അവൻ ഒരുപാട് ഏരിയ ക്ലിയർ ആക്കി വെച്ചേക്കുന്നത്. നമ്മുടെ കോഴിക്ക് വീട് വയ്ക്കാനുള്ള സ്ഥലം പോലും ഇല്ല. കോഴി ഇതേ സിറ്റിയിൽ വന്നിട്ടില്ലല്ലോ. ആരാണെന്ത് ഈ കോഴി? അത് എവിടുന്നാ വന്ന് കയറിയത്? ടൈറ്റൻ എന്നാണ് പേര്. അപ്പൊ ഗൈസ്, എന്നാ പിന്നെ നിങ്ങൾ അങ്ങോട്ട് നീങ്ങിയോ. ഞാൻ എന്തായാലും വീട് ബിൽഡ് ചെയ്യാനായിട്ട് പോവാ. ഞാൻ കട്ടയെടുക്കാൻ വന്ന അപ്പോഴാണ് നീയൊക്കെ എന്നെ വിളിച്ചോണ്ട് പല വഴി കൊണ്ടുപോയ. ഓക്കെ ഓക്കെ. അവിടെ കിടന്ന് ചാവ്. ഞാൻ പോണ്. എനിക്ക് വീട് പണിയണം. അപ്പൊ ശരി. അപ്പോ ഓക്കെ ഓക്കെ. അപ്പോൾ ഗൈസ്, നമ്മളുടെ വീട് ഇനി നമുക്ക് പണിയാം. ഇവിടെ ഞാൻ ഇത് ലേഔട്ടൊന്നും വരച്ചിട്ടില്ല. പക്ഷേ വീട് നമുക്ക് പണിയാം. എങ്ങനെയെങ്കിലുമൊക്കെ സെറ്റാക്കി എടുക്കാം. നമുക്ക് റീപ്ലേ മോഡും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ അതുകൊണ്ട് വീട് പണിഞ്ഞ് തീർത്തിട്ട് നിങ്ങളെ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം കേട്ടോ. ഓക്കെ ഗൈസ്, ഫൈനലി നമ്മളങ്ങനെ വീട് പണിഞ്ഞ് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് രണ്ടാമത്തെ ഡേ ആണ് കേട്ടോ. അപ്പോൾ യെസ്, നമ്മുടെ വീട് ഏകദേശം നമ്മളുടെ എക്സ്റ്റീരിയർ വർക്ക് അല്ലെങ്കിൽ ഒരു സ്ട്രക്ചർ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അത്രയേ ഉള്ളൂ. ഇൻറ്റീരിയർ ഒന്നും ചെയ്തിട്ടില്ല. എക്സ്റ്റീരിയർ ഇനിയും ചെയ്യാനുണ്ട്. അപ്പോൾ ഇതാണ് നമ്മളുടെ വീട്. ഞാൻ ഉദ്ദേശിച്ചൊരു ബീച്ച് സൈഡ് ഹൗസാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇത് ഇങ്ങനെ ആയിപ്പോയത്, ബീച്ച് സൈഡ് മാൻഷൻ. അപ്പോൾ അതാണ് ഈ വീട് ഇങ്ങനെ ഇരിക്കുന്നത്. പിന്നെ എൻ്റെ കളർ ഓറഞ്ച് ആയതുകൊണ്ട് ഫുൾ ഓറഞ്ച് ബ്ലോക്ക് വെച്ചാണ്, ഓറഞ്ച് കോൺക്രീറ്റ് വെച്ചാണ് ചെയ്തത്. അപ്പോൾ അതാണ് വീട് ഇങ്ങനെ ഇരിക്കുന്നത്. പിന്നെ ഓറഞ്ച് ഗ്ലാസ്, കണക്റ്റഡ് ഗ്ലാസ് ഇട്ടിട്ടില്ല, അതാണ് അങ്ങനെ ഇരിക്കുന്നത്. പക്ഷേ ബെറ്റർ ഗ്രാസ് ഇട്ടിട്ടുണ്ട്, അതുകൊണ്ട് കണക്റ്റഡ് ഗ്രാസ് ആണ്. നമ്മളെ ഷെയ്ഡർ ഏതാ വൈബ്. യെസ്. പിന്നെ നമ്മൾ അകത്തൊക്കെ ഭയങ്കര ഇരുട്ടാണ് ഗൈസ്. അതിനകത്തൊന്നും ചെയ്തിട്ടില്ല. പരിപാടികളൊക്കെ ചെയ്യണം. യെസ്, ഇൻറ്റീരിയർ ഒന്നും ചെയ്തിട്ടില്ല. ഇവിടെ മുകളിലോട്ട് കയറി കഴിഞ്ഞാൽ ഇവിടെ പ്രത്യേകിച്ചൊന്നുമില്ല. ഇവിടെ നിന്ന് നമുക്കിങ്ങനെ നോക്കാം ബാൽക്കണി. അവിടെ മല്ലു GT ഗെയിമറിൻ്റെ വീട് അവൻ പണിഞ്ഞിട്ടുണ്ട്. നമ്മൾ രണ്ടാമത്തെ ഡേ ആണ്. ഇൻട്രോ എടുത്തിട്ട്
അത് കഴിഞ്ഞിട്ട് നമ്മൾ 2 ദിവസം എടുത്ത് ഈ വീട് പണിഞ്ഞ് തീർക്കാൻ. ടൈം കുറവായിരുന്നു, അതുകൊണ്ടാണ് 2 ദിവസം എടുത്തത്. അല്ലെങ്കിൽ ഒറ്റ ദിവസം കൊണ്ട് തന്നെ പണിഞ്ഞ് തീർക്കാവുന്നതേ ഉള്ളൂ. യെസ്, ഫൈനലി നമ്മുടെ വീടിൻ്റെ സ്ട്രക്ചർ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇത് ഇൻറ്റീരിയർ കംപ്ലീറ്റ് ആക്കുന്നതിന് മുമ്പ് ഇനി വീട് തല്ലി പൊട്ടിക്കുന്ന എന്തോ അവന്മാർ. പിന്നെ ഈ നമ്മളെ സെർവറിൽ പുതിയൊരാൾ വന്നിട്ടുണ്ട്, ടൈറ്റൻ എന്നാണ് പേര്. അപ്പോൾ ടൈറ്റൻ എന്ന് പറയുന്ന ബ്രോ ഇവിടെ വീടൊക്കെ വെച്ചിട്ടുണ്ട്. അത് മാത്രമല്ല എന്തൊക്കെയോ വേറെ ബിൽഡൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് അതൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാം. ഓക്കേ, യെസ്, നമ്മുടെ ടൈറ്റൻ്റെ വീടാണ് ആ കാണുന്നത്. ഇവിടെ ഉണ്ടായിരുന്നു ലീഫ് മാസ്റ്ററിൻ്റെ വീട്. പക്ഷേ ലീഫ് മാസ്റ്ററിൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെ കൊണ്ടുവന്ന് ബിൽഡ് ചെയ്തു. ഓക്കെ, സീനില്ല. ഹാപ്പി ഗാസ്റ്റൊക്കെ ഉണ്ടല്ലോ, ഏതാ ഇതിനകത്ത് ഹാപ്പി ഗാസ്റ്റിനൊക്കെ കൊണ്ടിട്ടു. ഏതായാലും വിഷയമില്ല. ഓക്കെ, ഇതാണ് ഒരു പോർട്ടലൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഷെയ്ഡർ ഓഫ് ചെയ്തിടാം, ഭയങ്കര ലാഗ്. യെസ്, അപ്പോൾ അതാണ് സംഭവം. ഓക്കെ, ഇതിനകത്ത് ഇൻറ്റീരിയറൊന്നുമില്ല, നമ്മളാണൊക്കെ തന്നെ. ഏതാ ഓക്കെ, നമുക്ക് ഡോറൊന്നും അടയ്ക്കണം നിർബന്ധമൊന്നുമില്ല. യെസ്, മുട്ടയുടെ ഒന്നും ആവശ്യം നമുക്കില്ല. ഇവിടെ സൈസ് ക്യാറ്റും വീട് പണിഞ്ഞിട്ടുണ്ട്. ഏതാ നമ്മൾ ആണ് കുറച്ച് താമസിച്ചതെന്ന് തോന്നുന്നു. യെസ്, സൈസ് ക്യാറ്റ് വീട് പണിഞ്ഞിട്ടുണ്ട്. സൈസ് ക്യാറ്റ് കുറച്ച് ചെസ്റ്റെങ്കിലും വെച്ചിട്ടുണ്ട്. ബെഡും ഇട്ടിട്ടുണ്ട്. ഏതാ, അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ സൈസ് ക്യാറ്റിൻ്റെ പരിപാടി. പ്രത്യേകിച്ചൊന്നും ഇല്ലെന്ന് തോന്നുന്നു. എല്ലാം ഇവിടെ വലുതായിട്ട് ബിൽഡ് ചെയ്യാത്ത നല്ലത്. ഞാൻ പിന്നെ കുറച്ച് ഭംഗിയിരിക്കട്ടെ എന്ന് വിചാരിച്ച് നല്ല രീതിയിൽ അങ്ങ് ബിൽഡ് ചെയ്തതാ, വിഷയമില്ല. പിന്നെ ഇവിടെ ഉണ്ട് സോൾ കിങ്ങിൻ്റെ വീട് ഉണ്ടായിരുന്നല്ലോ. വീടല്ല, പ്ലോട്ട്. അതെ, സോൾ കിങ്ങിൻ്റെ പ്ലോട്ട് ഇവിടെ ഉണ്ട്. യെസ്, അവിടെ പുതിയ ബിൽഡ് നമ്മുടെ ടൈറ്റൻ ബിൽഡ് ചെയ്തതാണ്. ടൈറ്റൻ ബ്രോ ബിൽഡ് ചെയ്തതാണ്. അതായത് ഹോസ്പിറ്റൽ ബിൽഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇത് നമ്മളെ സീസൺ 1 അതേ ഹോസ്പിറ്റലിൻ്റെ ഡിസൈൻ തന്നെയാണ് നമ്മളെ ടൈറ്റനും എടുത്തിരിക്കുന്നത്. അത് വിഷയമില്ല. ഹോസ്പിറ്റൽ ഏത് ഡിസൈൻ ആയാലും എന്താ ഹോസ്പിറ്റൽ ഉണ്ടായിരുന്നാൽ പോരെ. അതെ, ഇവിടെ റിസപ്ഷൻ ഉണ്ട്. ഇവിടെ നമുക്കിങ്ങനെ വന്നിരിക്കാൻ പറ്റത്തുന്നില്ലേ? ഇരിക്കാൻ പറ്റുന്നില്ല. ഇരുന്നു. ഓക്കെ, ഇവിടെ നമുക്കിങ്ങനെ ഇരിക്കാൻ, ചില്ല് ചെയ്യാൻ ഹോസ്പിറ്റലിൽ ചില്ല് ചെയ്യാന്ന്. ഏതാ റിസപ്ഷന് വന്നിട്ട് ഇവിടുന്ന് നമുക്ക് ഡോക്ടറിനെ കാണാൻ പോവാം. യെസ്, ഇവിടെ ഇതെന്തോടെ ബാത്റൂമാണ് തോന്നുന്നു. ഇത് ലിഫ്റ്റ്. ഇവിടെ ലിഫ്റ്റ് ഉണ്ടായിരുന്നല്ല, താഴെ ലിഫ്റ്റ് ഉണ്ടായിരുന്നു, മേലോട്ടൊന്നും ലിഫ്റ്റ് ഇല്ല. ഏതാ ലിഫ്റ്റാണ് ഇത്. ഇതാണ് ലിഫ്റ്റ്. ഓക്കെ, യെസ്, ഇതാണ് ലിഫ്റ്റ്. ഓക്കെ, സീനില്ല. പിന്നെ എന്താണ് ഇവിടെ വാർഡിൽ ബെഡുണ്ട്. പച്ച ബെഡാണോ? വെള്ള ബെഡല്ലേ സാധാരണ ഹോസ്പിറ്റലിൽ, വെള്ള അല്ലെങ്കിൽ നീല. അതെന്തോ ആവട്ടെ. ഓക്കെ, അപ്പോൾ അതൊക്കെയാണ് ഇവിടെ വന്നിരിക്കുന്ന പുതിയ ബിൽഡ്. യെസ്, നമ്മുടെ സിറ്റി അങ്ങനെ വളർന്നുകൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ, വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, നമ്മുടെ സ്പോണിലോട്ടൊക്കെ ഒന്ന് പോയി നോക്കാം. സ്പോണിൽ നമ്മൾ നേരത്തെ ബ്ലോക്ക് എടുക്കാൻ വന്നിരുന്നു. ബ്ലോക്ക് ഫുള്ള് നമ്മൾ ഇവിടെ സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. കുറച്ച് ബാക്കി വന്ന കട്ടൻ നമ്മൾ തിരിച്ച് സ്പോണിൽ കൊണ്ട് വയ്ക്കുകയും ചെയ്തു. ഓക്കെ, ഇതാണ് നമ്മുടെ സ്പോൺ. വേറെ വല്ല ബിൽഡും ഉണ്ടോ? ഇത് മാത്രമേ എൻ്റെ അടുത്ത് പറഞ്ഞുള്ളൂ ബിൽഡ് ചെയ്യുന്നത്. വാട്ട് ഈസ് ദിസ്? ഇതെന്നാ സാധനം? വാട്ട് ഈസ് ദിസ്? വാട്ട് ദ ഹെൽ ഈസ് ദിസ്? ഇതെന്തുവാടാ? എന്തരാണ് എന്തോ, ദൈവത്തിനറിയാം. ഓക്കെ, വേറെ മല്ലു GT ഗെയിമറിൻ്റെ വീടുണ്ട്. മല്ലു GT ഗെയിമറിൻ്റെ വീട്ടിലോട്ട് കൂടെ പോയിട്ട് വരാം. ഓക്കെ, ഇതാണ് മല്ലു GT ഗെയിമറിൻ്റെ. ഷെയ്ഡ് ഇട്ടണം കൊള്ളാം കേട്ടാ. ഞാൻ വിചാരിച്ച കണക്കല്ല, വലിയ ഒന്നുമില്ല. എൻ്റെ മോനെ, ഇവിടെ ഫുള്ള് ഇൻറ്റീരിയർ ഇട്ട് സെറ്റ്. ഇൻറ്റീരിയറിൽ GT തന്നെ ഗൈസ്. GT ഇൻറ്റീരിയറിൽ GT കഴിഞ്ഞിട്ടുള്ള വേറെ ആരും. എൻ്റെ മോനെ, ഏതാ? GTയുടെ ബെഡുണ്ട്. നമുക്കിവിടെ റീസ്പോൺ സെറ്റ് ചെയ്തേക്കാം. നമ്മളെ വീടിൻ്റെ അടുത്തല്ലേ ഇവൻ ആരെങ്കിലും തല്ലിക്കൊല്ലുന്ന നേരം നമുക്ക് ഇവിടെ കിടക്കാം. നമ്മളെ വീട് പണിഞ്ഞു വന്നാലും നമ്മളെ വീട്ടിൽ ബെഡൊന്നും ഇട്ടിട്ടില്ല. ബെഡൊക്കെ ഇനി ക്രാഫ്റ്റ് ചെയ്തെടുക്കണം, കുറേ ടൈം എടുക്കും. പിന്നെ ഇത്രയും വലിയ ഏരിയ അവൻ ക്ലിയർ ചെയ്ത് എന്തായാലും അത്യാവശ്യം വലിയ വീട് തന്നെ വെച്ചേക്കുന്നത് കേട്ടോ. അതുകൊണ്ട് കുഴപ്പമില്ല. വലുതായിട്ട് കാണാൻ മേനെയൊന്നും ഇല്ലെങ്കിലും വീട് കൊള്ളാം. അല്ലാതെ വലുതായിട്ടൊന്നും ഉണ്ടെന്ന് പറയാനും വേണ്ടി ഇല്ല ഗൈസ്. നമ്മളുടെ വീട് എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ പറയുക. അല്ലാതെ ഞാൻ തന്നെ എൻ്റെ വീടിനെ പൊക്കി പറയുന്നത് ശരിയല്ലല്ലോ. നമ്മുടെ വീട് അവിടെ ഉണ്ട്. ഇതാണ് നമ്മളുടെ വീട്.
അപ്പോൾ നമ്മളുടെ വീടിൻ്റെ ഫ്രണ്ട് പൊസിഷൻ വരുന്നത് അവിടെയാണെങ്കിലും ഞാനതൊരു ബീച്ച് സൈഡ് മാൻഷൻ ആക്കിയിട്ടുണ്ട്. ഇതിൻ്റെ ഡോറ് വരുന്നത് അവിടെയാണ്. ബീച്ചിലോട്ടാണ് ഈ ഒരു വീട് ഫേസ് ചെയ്യുന്നത്. ഓക്കെ, പക്ഷെ വഴി പോണത് ബാക്കിൽ കൂടെ ആയിരിക്കും, അത് ഉറപ്പല്ല. ഞാൻ അങ്ങനെയാണ് ചെയ്യാൻ പോണത്. യെസ്, ഓക്കെ. ഇതാണ് നമ്മളുടെ വീട്. ഇതെങ്ങനെ ദൂരെ നിന്ന് ഞാൻ കാണിച്ചു തരും, വല്ല വെള്ളത്തിലും പോയി മുൻകിടക്കേണ്ടി വരുമല്ലോ. ഇതാണ് നമ്മളുടെ വീട് ഗായ്സ്. ഏതാ അപ്പോൾ നമ്മുടെ വീട് അതാണ്. ഇത്ര വലിയ വീടാണ്, അത്ര ചെറുതൊന്നുമല്ല. നമ്മൾ നിസ്സാരക്കാരനല്ലെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. അതെ. അപ്പോൾ ഗായ്സ്, എങ്ങനെയുണ്ട് നമ്മുടെ വീടെന്ന് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയുക. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുക. റോഡ് ടു 2K ആണ്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് മറ്റൊരു ദിവസം കാണാം. ഇറ്റ്സ് മീ നോട്ട് ക്രാഫ്റ്റ് സൈനിങ് ഓഫ്. ബൈ.